നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ഞാൻ അനുജ. ആദ്യ വാർത്തയിലേക്ക്. കരൂർ ദുരന്തത്തിൽ മൗനം വെടിഞ്ഞ് തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ്. ജനങ്ങൾക്കെല്ലാം അറിയാമെന്നും സത്യം പുറത്തുവരുമെന്നും ആദ്യ വീഡിയോ സന്ദേശത്തിൽ വിജയ് പറഞ്ഞു. 5 ഇടങ്ങളിൽ പരിപാടി നടത്തി. കരൂരിൽ മാത്രം ദുരന്തമുണ്ടായതെങ്ങനെ എന്ന സംശയം ഉന്നയിച്ച് ഗൂഢാലോചന സൂചന നൽകിയാണ് സന്ദേശം. DMK, കോൺഗ്രസ് നേതാക്കളും BJP സംഘവും കരൂരിൽ സന്ദർശനം നടത്തി. കേസിൽ അറസ്റ്റിലായ 2 TVK പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു. കരൂരിലെ ദുരന്തത്തിൽ കുറ്റമെല്ലാം തന്റെ മേൽ ആരോപിക്കാമെന്നും പാർട്ടി പ്രവർത്തകരെ വേട്ടയാടരുത് എന്നും ദുരന്തത്തിന് ശേഷമുള്ള ആദ്യ വീഡിയോ പ്രതികരണത്തിൽ വിജയ്. കരൂരിൽ മാത്രം ദുരന്തമുണ്ടായത് എങ്ങനെയെന്ന സംശയമുന്നയിച്ച വിജയ് സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന ശക്തമായ സൂചനയാണ് നൽകിയത്. താൻ ശക്തമായി രാഷ്ട്രീയ പ്രവർത്തനം തുടരും. തന്റെ വേദന മനസ്സിലാക്കി ഒപ്പം നിന്നവർക്ക് നന്ദിയെന്നും വിജയ്. மக்களுக்கு எல்லா உண்மையும் தெரியும். மக்கள் எல்லாத்தையும் பார்த்துக்கிட்டு இருக்கிறாங்க. சீக்கிரமே எல்லா உண்மைகளும் வெளியில் வரும். சிஎம் சார், உங்களுக்கு ஏதாவது இந்த பழி வாங்கணும் அப்படின்ற எண்ணம் ஏதாவது இருந்துச்சுன்னா என்ன வேணாலும் பண்ணுங்க. அவங்க மேலே கை வைக்காதீங்க. കേസിൽ അറസ്റ്റിലായ TVK കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകൻ, കരൂർ സൗത്ത് സിറ്റി ട്രഷറർ പൗണ്ട് രാജ് എന്നിവരെ റിമാൻഡ് ചെയ്തു. കരൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. രൂക്ഷമായ വിമർശനത്തോടെയാണ് കോടതി ഉത്തരവ്. വിജയെ കാണാൻ പാർട്ടിക്കാരല്ലാത്തവരും വരുമെന്നറിഞ്ഞുകൂടെയെന്നും 10,000 പേർ വരുമെന്ന് പിന്നെ എങ്ങനെ കണക്കുകൂട്ടിയെന്നും കോടതി ചോദിച്ചു. TVK ജനറൽ സെക്രട്ടറി N. ആനന്ദ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. അതിനിടെ DMK നേതാവ് സെന്തിൽ ബാലാജിക്കെതിരെ കുറിപ്പെഴുതി വെച്ച് കരൂരിലെ TVK പ്രവർത്തകൻ ജീവനൊടുക്കി. TVK അധ്യക്ഷൻ വിജയ്ക്ക് രൂക്ഷ വിമർശനവുമായി DMK MP കനിമൊഴി രംഗത്തെത്തി. മനസാക്ഷിയില്ലാത്തതുകൊണ്ടാണ് വിജയ് അപകടശേഷം വേഗം ചെന്നൈയിലേക്ക് മടങ്ങിയതെന്ന് കനിമൊഴി. Any responsible leader should not leave. And even if you have left, you should make sure at least your party functionaries are there because people came to see you. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കരൂർ സന്ദർശിച്ചു. ദുരന്തം രാഷ്ട്രീയ ആയുധമാക്കാൻ കോൺഗ്രസില്ലെന്നും ആരാണ് കുറ്റക്കാരെന്ന് അന്വേഷണത്തിലൂടെ തെളിയട്ടെയെന്നും KC വേണുഗോപാൽ. ആ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. അല്ലാണ്ട് നമ്മൾ ആരാണ് കുറ്റവാളി എന്ന് നിർണ്ണയിക്കാൻ. മാത്രമല്ല, ഇതൊരു രാഷ്ട്രീയ പ്രചരണത്തിന്റെ ആയുധമാക്കാൻ നമ്മൾ ആരും ഉദ്ദേശിക്കുന്നില്ല. ഹേമമാലിനി MPയുടെ നേതൃത്വത്തിലുള്ള BJP സംഘം കരൂർ സന്ദർശിച്ചു. 24 കരൂർ. കരൂരിലെ ദുരിതക്കാഴ്ചകൾ അവസാനിക്കുന്നില്ല. വിവിധ ആശുപത്രികളിലെ അത്യാഹിത വിഭാഗത്തിൽ ഒട്ടേറെ പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. എപ്പോൾ തിരികെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുമെന്ന് പലർക്കും അറിയില്ല. ആൾക്കൂട്ട ദുരന്തം കഴിഞ്ഞ് 3 നാൾ പിന്നിടുമ്പോഴും കരൂരിൽ പരുക്കേറ്റവരുടെ ദുരിതത്തിന് അയവില്ല. 50-ലധികം പേരാണ് കരൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും വിവിധ ആശുപത്രികളിലുമായി കഴിയുന്നത്. അപകടത്തിൽപ്പെട്ട മകൾ സമീറയെ ജീവിതത്തിലേക്ക് തിരികെ പിടിക്കാൻ പൊരുതുകയാണ് അമ്മ ഫൗസിയ. பொண்ணு எங்கே இருக்கானே தலைமறை காணா போன மாதிரி காணும். உங்ககிட்ட இருக்கா தலைமறைவா இல்லை எங்கிட்ட ஹாஸ்பிட்டல் இருக்காளோ, இது குழப்பங்கள் தான். பிறகு நியூஸ் வர விட்டு அப்புறம் இங்கே வந்து அட்மிட் பண்ணி 3 நாளாக பார்த்துட்டு இருக்குது. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന പലരുടെയും നില ഇപ്പോഴും ഗുരുതരമാണ്. ജീവന് ഭീഷണിയില്ലാത്ത ആളുകൾക്കാകട്ടെ കൈക്കും കാലിനുമടക്കം ഗുരുതര പരിക്കുകൾ. കരൂരിൽ നിന്ന് രാജീവ് സുദേവിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി. കോൺഗ്രസ് നേതാക്കളുടെ അനുനയ നീക്കത്തിന് വഴങ്ങാതെ NSS നേതൃത്വം. NSSന് ഒത്തുതീർപ്പിന്റെ ആവശ്യമില്ലെന്ന് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ 24നോട് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളുടെ സന്ദർശനം വ്യക്തിപരം മാത്രമാണ്. NSSന്റെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമൊന്നുമില്ല എന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. സമുദായ നേതാക്കളെ സന്ദർശിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. G. സുകുമാരൻ നായരെ അനുനയിപ്പിക്കാൻ കേരള കോൺഗ്രസും രംഗത്തെത്തി. ശബരിമല വിഷയത്തിലെ സർക്കാർ അനുകൂല നിലപാടിനു പിന്നാലെ NSS നേതൃത്വവുമായുള്ള പ്രശ്നപരിഹാര ശ്രമങ്ങൾ വേഗത്തിലാക്കുകയാണ് കോൺഗ്രസ്. PJ കുര്യൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർക്ക് പിന്നാലെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെ കണ്ടത്. പെരുന്നയിലെത്തിയവരോട് രാഷ്ട്രീയം സംസാരിച്ചില്ലെന്ന് G. സുകുമാരൻ നായർ. വിശ്വാസത്തിന്റെ കാര്യത്തിൽ ശരിദൂര നിലപാടാണ് എടുത്തത്. രാഷ്ട്രീയത്തിൽ സമദൂരം തുടരും. BJP നേതാക്കൾ സന്ദർശനത്തിന് വരുന്നതിനെപ്പറ്റി അറിയില്ല. ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ NSS വിരുദ്ധരും രാഷ്ട്രീയ മുതലെടുപ്പുകാരുമാണ്. അതിനെ അവഗണിക്കാൻ തന്നെയാണ് തീരുമാനമെന്നും G. സുകുമാരൻ നായർ 24നോട് പറഞ്ഞു. അതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയക്കാരും ആണ്, ചാനലുകാരുമാണ്. ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ഒരു രാഷ്ട്രീയമില്ല. ഞങ്ങൾ രാഷ്ട്രീയമായി സമദൂരത്തിൽ തന്നെയാണ്.
ഈ BJP നേതാക്കൾ വരുന്നുണ്ട് എന്നൊരു കഥ ഇങ്ങനെ കേട്ടിരുന്നു. അങ്ങനെ സാറിന്റെ അനുവാദം ചോദിച്ചിട്ട് വല്ലതും ആണോ വരുന്നത്, അതോ ഞാൻ ആരെയും കണ്ടില്ല. ഇല്ല. അരമണിക്കൂറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജി സുകുമാരൻ നായരുമായി ചർച്ച നടത്തിയത്. അവരെടുത്ത നിലപാടുകൾ വളരെ കൃത്യതയോടുകൂടി ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു പൊസിഷൻ എടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നായർ സർവീസ് സൊസൈറ്റിക്കുണ്ട്. NSSുമായുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കാനാണ് കോൺഗ്രസ് നേതാക്കൾ ജി സുകുമാരൻ നായരെ കണ്ടതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. അവരെല്ലാം ചങ്ങനാശ്ശേരിക്കാരാണ്, കോട്ടയംകാരാണ്, വളരെ സൗഹൃദം അവരെല്ലാമായിട്ടുള്ളവരാണ്. ആ ഒരു സൗഹൃദം ഒന്നുകൂടി ബലപ്പെടുത്തുന്ന സൗഹൃദ സന്ദർശനങ്ങളാണ് അവർ നടത്തുന്നത്. എന്നാൽ കോൺഗ്രസ് നേതാക്കളുടേത് സ്വകാര്യ സന്ദർശനങ്ങളാണെന്നും ഇതിനായി പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDF നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ SNDPയുടെ ആസ്ഥാനത്തോ NSSന്റെ ആസ്ഥാനത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായ സംഘടനകളുടെ അടുത്ത് ഒരു നേതാവും പോകുന്നതിന് വിലക്കിയിട്ടില്ല. അനുനയത്തിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജ് MP സുകുമാരൻ നായരെ കണ്ടു. പെരുന്നയിലെ വീട്ടിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. അതിനിടെ ജി സുകുമാരൻ നായർക്കെതിരെ ഇന്നും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. തിരുവനന്തപുരം ശ്രീവരാഹത്ത് സുകുമാരൻ നായരെ അനുകൂലിച്ചായിരുന്നു ഫ്ലക്സ്. 24 കോട്ടയം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി സംശയനിഴലിൽ. സ്വർണ്ണപ്പാളികൾ 2019 സ്വന്തം നിലയ്ക്ക് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതിൽ ദുരൂഹതയുണ്ട്. പത്മകുമാർ പ്രസിഡന്റായിരിക്കെയുള്ള ദേവസ്വം ബോർഡ് നടപടി ചട്ടവിരുദ്ധമെന്ന് അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ RG രാധാകൃഷ്ണൻ 24നോട് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യും. സമഗ്ര അന്വേഷണം വേണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ശബരിമലയിലെ സ്വർണം പൂശിയ പാളികളിലുണ്ടായ തൂക്കക്കുറവിൽ സ്പോൺസർ കൂടിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കാണ് അന്വേഷണം നീളുന്നത്. 2019 അറ്റകുറ്റപ്പണിക്കായി പാളികൾ ഉണ്ണികൃഷ്ണൻ സ്വന്തം നിലയ്ക്ക് കൊണ്ടുപോയി. 1 മാസത്തോളം കൈവശം വച്ച ശേഷമാണ് സ്വർണം പൂശി തിരികെ എത്തിച്ചത്. അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ അറിയാതെ പാളികൾ പുനഃസ്ഥാപിച്ചു. സ്വർണം പൂശിയിട്ടുള്ള സാധനമാണെങ്കിൽ ഇത് അവിടെ ചെന്നപ്പോൾ ചെമ്പായി മാറിയതിൻ്റെ ഇടയ്ക്കുള്ള പീരീഡിലായിരിക്കണം ഇത് പോകാനെന്നുള്ളതാണ് എൻ്റെ കണക്കുകൂട്ടൽ. ഈ 1 മാസം സാധനം എവിടെ പോയി അത് അന്വേഷിക്കപ്പെടണ്ടേ? അത് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കൃത്യത മനസ്സിലാവും. 2025 സ്വന്തം നിലയ്ക്ക് സ്വർണ്ണപ്പാളി കൊണ്ടുപോകാമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിച്ചെങ്കിലും അനുമതി നൽകിയില്ല. 2019 അറ്റകുറ്റപ്പണിയിലും ഉദ്യോഗസ്ഥ വീഴ്ചയിലും സമഗ്ര അന്വേഷണം ആവശ്യപ്പെടുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ദുരൂഹമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ ദുരൂഹതയെ സംബന്ധിച്ച് അന്വേഷണം വേണം. അത് ഞങ്ങൾക്ക് പക്ഷേ കോടതിയോട് മാത്രമേ ആവശ്യപ്പെടാൻ പറ്റുള്ളൂ. കോടതിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യും. അതിനിടെ 2019 അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി അല്ല തിരികെ കൊണ്ടുവന്നതെന്ന് പഞ്ചലോഹ നിർമ്മാതാക്കളായ ചെങ്ങന്നൂർ തട്ടാവിള കുടുംബാംഗം മഹേഷ് പണിക്കർ പ്രതികരിച്ചു. 20 മിനിറ്റ് എടുക്കുന്ന ഒരു പരിപാടിക്കാണ് ഇവർ 5, 8, 10 ദിവസം കൊണ്ട് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പം 40 ദിവസത്തോളം അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലാണെന്നാണ് പറയുന്നത്. അപ്പം അത് തീർച്ചയായിട്ടും അപ്പം അതല്ല വന്നിരിക്കുന്നത്. ആ വെയിറ്റ് മാറേണ്ട ഒരു സാഹചര്യവും അതിന്റെ ടെക്നിക്കൽ ഇതിനകത്തില്ല. ക്ഷേത്രം മുതൽ അറ്റകുറ്റപ്പണി ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യേണ്ടത് ക്ഷേത്ര പരിസരത്ത് തന്നെയാണെന്നും പുറത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ദേവസ്വം മാനുവലിന് വിരുദ്ധമാണെന്നും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് K അനന്തഗോപൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. ഒരിടവേളയ്ക്ക് ശേഷം സിനിമയിൽ സജീവമാകാൻ മമ്മൂട്ടി പേട്രിയറ്റ് ചിത്രത്തിന്റെ ലൊക്കേഷനിലേക്ക് ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ടു. ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ലതിലേക്ക് മടങ്ങുന്നു എന്നാണ് മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഏഴു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടി സിനിമാ ലൊക്കേഷനിലേക്ക്. ചെന്നൈയിലെ വീട്ടിൽ നിന്ന് സ്വയം കാറിൽ ഡ്രൈവ് ചെയ്ത് എയർപോർട്ടിലെത്തി. കാത്തുനിന്നവരെ കൈവീശി കാണിച്ച എയർപോർട്ടിനുള്ളിലേക്ക്, ശേഷം ഹൈദരാബാദിലേക്ക്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റിന്റെ ബാക്കി ചിത്രീകരണത്തിൽ മമ്മൂട്ടി ഭാഗമാകും. ഹൈദരാബാദിലെ ഷൂട്ടിങ്ങിന് ശേഷം UK ചിത്രീകരണത്തിനു വേണ്ടി ലണ്ടനിലേക്ക് പുറപ്പെടും. ഒരിടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് പാട്രിയറ്റ്. 24 ചെന്നൈ. ചാനൽ ചർച്ചയ്ക്കിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ BJP വക്താവ് പ്രിൻറ്റു മഹാദേവനായി തിരച്ചിൽ തുടരുന്നു. പരിശോധനയിൽ പ്രതിഷേധവുമായി BJP രംഗത്തെത്തി. വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധമുയർന്നു. പ്രിൻറ്റു മഹാദേവനെതിരായ പരാതിയിൽ ആലപ്പുഴ DCC ജനറൽ സെക്രട്ടറിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. തൃശൂരിലെ BJP സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ ഐനിക്കുന്നത്തിന്റെ വീട്ടിലും സഹോദരൻ ഗോപിയുടെ വീട്ടിലുമാണ് പോലീസ് പരിശോധന. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട
സണ്ണി ജോസഫ് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയതോടെ നിയമസഭയിൽ രൂക്ഷമായ പ്രതിഷേധം. ചാനൽ ചർച്ചയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് സഭയിൽ ഉന്നയിക്കാൻ കഴിയുമോ എന്ന് സ്പീക്കർ ചോദിച്ചതാണ് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചത്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കുമെന്ന് പറഞ്ഞ ഭീഷണിയെ ഗൗരവമല്ലെന്ന് പറഞ്ഞ സ്പീക്കറുടെ പരാമർശത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അങ്ങേപോലെ തന്നെ ലീഡർ ഓഫ് ഒപ്പോസിഷനെ ബഹുമാനിക്കുന്ന ആളെ ചേർന്നു. പക്ഷേ ഈ ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ മാത്രം ഒരു TV ചർച്ചക്കകത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ? ഓർഡർ. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷം ബാനർ ഉയർത്തി. പ്രതിപക്ഷ MLA-മാർ സ്പീക്കറുടെ ഡയസിൽ കയറി പ്രതിഷേധിച്ചു. വാച്ച് ആൻഡ് വാർഡുമായി ബലപ്രയോഗമുണ്ടായി. സഭയിൽ നടക്കുന്നത് സമരാഭാസമെന്ന മന്ത്രി പി രാജീവ്. നിങ്ങൾ രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ BJPക്ക് എതിരാണെങ്കിൽ നിങ്ങൾ എന്തേ ഒരു സബ്മിഷൻ പോലും ഈ സഭയ്ക്കകത്ത് കൊണ്ടുവന്നില്ല? അപ്പൊ നിങ്ങൾ രാഹുൽ ഗാന്ധിയോടൊപ്പമല്ല എന്ന് തന്നെയല്ലേ തെളിയിക്കുന്നത്? പ്രതിഷേധം ശക്തമായതോടെ നടപടികൾ വേഗത്തിലാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ചാനൽ ചർച്ചയിലെ നാക്കുപിഴവിന്റെ പേരിൽ BJP പ്രവർത്തകരെയും നേതാക്കളെയും കേസിൽ കൊടുക്കാൻ നോക്കുന്നുവെന്ന BJP നേതാവ് B ഗോപാലകൃഷ്ണൻ. പ്രിൻജു മഹാദേവിനെ പാർട്ടി വക്താവ് സ്ഥാനത്ത് നിന്നും മാറ്റിയെന്നും B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. ഇതിനിടെ പേരാമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രിൻജു മഹാദേവ് അല്പസമയത്തിനകം ഹാജരാകുമെന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അടുത്ത വാർത്ത, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലൂടെയാണ് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കിയത്. വോട്ടർമാർക്ക് ഓൺലൈനായി പരിശോധിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ജൂൺ 24-ന് പ്രഖ്യാപിച്ച തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പൂർത്തിയാക്കിയാണ് അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയത്. കരട് പട്ടികയിൽ 7.24 കോടി വോട്ടർമാരാണ് ഇടം പിടിച്ചത്. 65 ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കിയതിനെതിരെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. തദ്ദേശ വോട്ടർ പട്ടികയിൽ പുതുതായി സവിശേഷ നമ്പർ കൊണ്ടുവന്നത് കള്ളവോട്ടിന് വേണ്ടിയെന്ന് കോൺഗ്രസ്. സവിശേഷ നമ്പർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ചത് രാഷ്ട്രീയ പാർട്ടികളോട് കൂടിയാലോചന നടത്താതെയാണ്. ഇരട്ട വോട്ടുള്ളവർക്ക് വ്യത്യസ്ത സവിശേഷ നമ്പർ ഉള്ളതിന്റെ തെളിവുകൾ കോൺഗ്രസ് നേതാവ് കെ ശബരിനാഥൻ പുറത്തുവിട്ടു. DGP യോഗേഷ് ഗുപ്തയ്ക്കെതിരായ നീക്കങ്ങളിൽ സർക്കാരിന് തിരിച്ചടി. കേന്ദ്ര ഡെപ്യൂട്ടേഷനുള്ള വിജിലൻസ് ക്ലിയറൻസ് യോഗേഷ് ഗുപ്തയ്ക്ക് നൽകാൻ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. 5 പ്രവൃത്തി ദിവസങ്ങൾക്കകം ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിന് നൽകണമെന്നാണ് ഉത്തരവ്. കേന്ദ്രത്തിൽ നിയമനം ലഭിക്കുന്നതിന് സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട വിജിലൻസ് ക്ലിയറൻസ് വൈകുന്നതിനെതിരെയാണ് യോഗേഷ് ഗുപ്ത കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. ഹർജിയിൽ ഇരുഭാഗത്തെയും വിശദമായി കേട്ട ശേഷമാണ് ട്രിബ്യൂണൽ തീരുമാനം. കേന്ദ്ര നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും 5 ദിവസത്തിനകം അയക്കണമെന്നാണ് ഉത്തരവ്. ഇത് നടപ്പായാൽ അടുത്ത മാസം 7-ന് മുൻപ് യോഗേഷ് ഗുപ്തയ്ക്ക് വിജിലൻസ് ക്ലിയറൻസ് ലഭിക്കും. നേരത്തെ ഹർജി പരിഗണിച്ചപ്പോൾ യോഗേഷ് ഗുപ്തയ്ക്കെതിരെ ഉന്നതതല അന്വേഷണം നടക്കുന്നുണ്ടെന്ന് സർക്കാർ ട്രിബ്യൂണലിനെ അറിയിച്ചിരുന്നു. ഈ അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് ട്രിബ്യൂണൽ ഉത്തരവ്. 10 തവണ ആവശ്യപ്പെട്ടിട്ടും വിജിലൻസ് ക്ലിയറൻസ് നൽകാത്തതിനെ ട്രിബ്യൂണൽ രൂക്ഷമായി വിമർശിച്ചു. വിജിലൻസ് ക്ലിയറൻസ് ലഭിക്കാൻ നിരവധി തവണയാണ് യോഗേഷ് ഗുപ്ത സർക്കാരിനെ സമീപിച്ചത്. എന്നാൽ വ്യക്തമായ മറുപടി സർക്കാർ നൽകിയില്ല. അതിനിടെ യോഗേഷ് ഗുപ്തയെ അപ്രധാന സ്ഥാനങ്ങളിലേക്ക് നിരന്തരം മാറ്റുകയും ചെയ്തു. നിലവിൽ റോഡ് സേഫ്റ്റി കമ്മീഷണറാണ് യോഗേഷ് ഗുപ്ത. B അശോകിന് പിന്നാലെ യോഗേഷ് ഗുപ്തയ്ക്ക് അനുകൂലമായ തീരുമാനം കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് വന്നതോടെ ഇനിയുള്ള സർക്കാർ നീക്കങ്ങൾ നിർണായകമാണ്. ക്യാമറ പേഴ്സൺ അരുൺ നീണ്ടൂരിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. പാകിസ്ഥാനിലെ ക്വറ്റയിൽ സൈനിക താവളത്തിന് സമീപം ചാവേർ ആക്രമണം. ഫ്രോണ്ടിയർ കോപ്സിന്റെ ആസ്ഥാനത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ സൈനികരടക്കം 13 പേർ മരിച്ചു, 32 പേർക്ക് പരുക്കേറ്റു. ആക്രമണത്തിന് പിന്നിൽ ബലൂചിസ്ഥാൻ വിമതരെന്ന് പാക് സൈന്യം ആരോപിച്ചു. ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി തർക്കം മുറുകുന്നു. ബിനു ചുള്ളിയലിനെ അധ്യക്ഷനാക്കരുതെന്ന് AI ഗ്രൂപ്പുകൾ. സാമുദായിക സമവാക്യം ചൂണ്ടിക്കാട്ടി അബിൻ വർക്കിയെ ഒഴിവാക്കാനുള്ള നീക്കത്തിൽ I ഗ്രൂപ്പിന് കടുത്ത അതൃപ്തി. പാലക്കാട് ഷൊർണൂരിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അമ്മയ്ക്ക് ജീവപര്യന്തം തടവ്, 25,000 രൂപ പിഴയും ചുമത്തി. ശിക്ഷ വിധിച്ചത് പാലക്കാട് ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി. ജാനകി എന്ന ഛത്തീസ്ഗഡ് സിനിമയ്ക്കും കത്രിക വെച്ച് സെൻസർ ബോർഡ്. ജാനകി, രഘുറാം എന്നീ കഥാപാത്രങ്ങളുടെ പേരും മാറ്റണമെന്ന നിർദ്ദേശം. ബോംബെ ഹൈക്കോടതിയെ സമീപിച്ച് നിർമ്മാതാക്കൾ.
കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ 1-ാം പ്രതി എ പീതാംബരന് പരോൾ 1 മാസത്തേക്കാണ് പരോൾ അനുവദിച്ചത്. ബേക്കൽ സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന നിബന്ധനയിലാണ് പരോൾ. ലൈംഗികാതിക്രമ കേസിൽ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാതെ സ്വാമി ചൈതന്യാനന്ദ. പ്രതിയുടെ ഫോണിൽ നിർണായക ദൃശ്യങ്ങൾ. ക്യാമ്പസിലെയും ഹോസ്റ്റലിലെയും CCTV ദൃശ്യങ്ങൾ കണ്ടെത്തി. അഫ്ഗാനിസ്ഥാനിൽ രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കി താലിബാൻ. ഇന്റർനെറ്റ് സേവനങ്ങൾ അധാർമികമെന്ന വാദം. ഫൈബർ ഓപ്റ്റിക് സേവനങ്ങൾ പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടു. ഇപ്പോഴത്തെ കാലാവസ്ഥ. വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.